നമസ്കാരം. കഴിഞ്ഞ മെയ് 2 നടന്ന ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് ഫേസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമ്മളിതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. മാത്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ വരുന്ന ഭാഗങ്ങൾ നന്നായി പഠിച്ച് അടുത്ത ഫേസിൽ എക്സാം എഴുതുന്നവരൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവാം കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്ന് അറിയാം. കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ഡച്ചുകാരാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ തെറ്റാണ്, പോർച്ചുഗീസുകാരാണല്ലോ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ശരിക്കും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ പോർച്ചുഗീസുകാരാണ്, ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മാർത്താണ്ഡവർമ്മ കുളച്ചിലിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാണ്. കേരളത്തിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് ഹോർത്തൂസ് മലബാർക്കസിന്റെ സമാഹരണമായിരുന്നു. അതും ശരിയാണ്. ഡിലനോയുടെ കീഴിലുള്ള ഡച്ച് നാവിക ഉദ്യോഗസ്ഥരാണ് തിരുവിതാംകൂർ നാവികസേനയെ ആധുനികവൽക്കരിച്ചത്. അതും ശരിയാണ് അല്ലേ. അതായത് കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർ തോൽറ്റതിന് ശേഷം ഡിലനോയി എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മയ്ക്ക് കീഴിൽ സറണ്ടർ ആവുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായിട്ട് മാറി. അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 അല്ലെ. 1741 കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന ജോഡികളിൽ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഇതിലെ മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കര്, ശരിയാണ്. കല്ലുമാല സമരം അയ്യങ്കാളി, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, ചാന്നാർ കലാപം പൊയ്കയിൽ യോഹനാൻ. അതാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത് അല്ലെ. ചാന്നാർ കലാപത്തിന് ശരിക്കും ആരാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്? അയ്യ വൈകുണ്ഠസ്വാമികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ചാന്നാർ ലഹളയ്ക്ക് അതിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത് ചിന്നൻ നാടാറാണ്. അതുപോലെ തന്നെ ഇത് നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? മഹാരാജ ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. 1859 ചാന്നാർ റിവോൾട്ട് അഥവാ മാറുമറക്കൽ സമരം നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ ഇവിടെ ശരി ഉത്തരം വരുന്നത് ഏതാണ്? 1, 2, 3. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐതാന ബോൺമതി ആണ് അല്ലെ. ഐതാന ബോൺമതി. അപ്പം ഐതാന ബോൺമതിന്റെ 3rd കോൺസിക്യൂട്ടീവ് അവാർഡാണിത്. അവർക്ക് 3ാം തവണയാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. ഔറംഗസീബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അദ്ദേഹം ജിസിയ വീണ്ടും ഏർപ്പെടുത്തി. അദ്ദേഹം ആക്രമണാത്മകമായ ഒരു ഡെക്കാൻ നയം പിന്തുടർന്നു. അദ്ദേഹം ദീൻ ഇ ലാഹിയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഇതിൽ 3rd സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റില്ലേ. ദീൻ ഇ ലാഹി ആരാണ് കൊണ്ടുവന്നത്? അക്ബർ ആണ്. അപ്പം 1ഉം 2ഉം ആണ് ഇവിടെ ശരി. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ചോദ്യം, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പൊ 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, അതിന് എന്തും കൂടെ പറയും? മിന്റോ മോർലി റിഫോംസ് എന്നും കൂടെ അറിയപ്പെടും. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇത് മിന്റോ മോർലി റിഫോം പരിഷ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ശരിയാണ്. ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. ശരിയാണ്. ഇത് പ്രവിശ്യ സ്വയംഭരണം അവതരിപ്പിച്ചു. അതാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു. അത് ശരിയാണ്. അപ്പൊ അവിടെ ശരി ഉത്തരം വരുന്നത് 1, 2, 4 ആണ്. ഓപ്ഷൻ എ ആണ് ശരി. ഇനി പ്രവിശ്യ സ്വയംഭരണം കൊണ്ടുവന്നത് എവിടെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രവിശ്യ സ്വയംഭരണം അഥവാ പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു? 3 പേര് അല്ലെ. 3 ആണ് ശരി വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ? ഏതാണ്? ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ, HYV സീഡ്, ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ്, രാസവളങ്ങളുടെ ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വിപുലീകരണം. അപ്പൊ ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യം ഏത്? അപ്പം ആദ്യമായിട്ട് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചത് നമ്മൾ വിചാരിക്കും ഇന്ത്യ ആണെന്ന്, പക്ഷെ ഇന്ത്യ അല്ല, ഭൂട്ടാനാണ്. അപ്പൊ ആദ്യം ഭൂട്ടാനാണ് അംഗീകരിച്ചത് കേട്ടോ. എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത്. എസ്താഡോ ദ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഹിസ്റ്ററിയിൽ വായിച്ചതല്ലേ. എന്താണ്? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെയാണ് പറയുന്നത് എസ്താഡോ ദ ഇന്ത്യ. ഇനി അടുത്തത്, നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? നെവിൻ ചേംബർലൈൻ ആയിരുന്നു കേട്ടോ. അത് നാസി ജർമ്മനിയായിട്ട് ബന്ധമുള്ളത് നെവിൻ ചേംബർലൈൻ ആയിരുന്നു. അടുത്ത ചോദ്യം, ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയുള്ളത് ആസാം ഹിമാലയം എന്നാണ് അതിനെ അറിയപ്പെടുക. അത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഡസ് നദിയുടെയും അതുപോലെ സത്ലജ് നദിയുടെയും ഇടയിലുള്ളതിനെ നമ്മൾ പഞ്ചാബ് ഹിമാലയാസ് എന്നാണ് പറയപ്പെടുക. അതുപോലെ തന്നെ സത്ലജിന്റെയും കാളിയുടെയും ഇടയിലുള്ളതിനെ കുമയൂൺ ഹിമാലയാസ് എന്നും
കാളി റിവറിന്റെയും തീസ്തയുടെ ഇടയിലുള്ളതിനെ നേപ്പാൾ ഹിമാലയാസ് എന്നും അതുപോലെ തീസ്തയുടെയും ദിഹാങ്കിന്റെയും ഇടയിലുള്ളതിനാണ് അസാം ഹിമാലയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽനിനോ. ഉപരിതല ജലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ശക്തമായ പസഫിക് കാറ്റ് മധ്യകിഴക്കൻ പസഫിക് മേഖലയിൽ അസാധാരണമായി തണുത്ത വെള്ളം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. അപ്പൊ ഇത് രണ്ടും എൽനിനോനെ സംബന്ധിച്ച് ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത് അല്ലേ. ഇനി അടുത്തത്, റിമോട്ട് സെൻസിങ്ങിൽ സ്വാത്തിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ എന്ത് വിളിക്കുന്നു? അപ്പൊ എന്താണ് വിളിക്കുന്നതിനെ? എക്രോസ് ട്രാക്ക് സ്കാനിങ് എന്നാണ് അതിനെ പറയാ. എക്രോസ് ട്രാക്ക് സ്കാനിങ്. ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ ഈ മരത്തിന്റെ ശാഖകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഓപ്ഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഡെൻഡ്രിറ്റിക് ആണെന്ന്. ഡെൻഡ്രിറ്റിക് എന്നാണ് അതിനെ പറയാ. ഇനി അതല്ലാതെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാറുള്ളത് ഈ ഒരു 4 ടൈപ്പാണ് നമ്മൾ പഠിക്കുക. ഡെൻഡ്രിറ്റിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരത്തിന്റെ ചില്ല പോലെ തോന്നും. അതുപോലെ റേഡിയൽ എന്ന് പറയുമ്പോൾ റേഡിയൽ സെൻട്രിഫ്യൂഗൽ എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടൈൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ലേക്കിൽ നിന്ന് അത് പല വഴികളിലേക്ക് പല ഡയറക്ഷനിലേക്ക് ഒരൊറ്റ ലേക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നോ പല ഡയറക്ഷനിലേക്കായിട്ട് പോകുന്നത്. എസ്പെഷ്യലി ഒരു മൗണ്ടൈനിന്റെ മുകളിലൊക്കെ ഒരു ലേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പല സൈഡിലേക്ക് പോകുന്നതിനെയാണ് റേഡിയൽ സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത്. ഇനി സെൻട്രിപെറ്റൽ ആണെങ്കിൽ എന്താണ്? പല സ്ഥലത്ത് നിന്നും വന്ന് ഒരു സ്ഥലത്തേക്ക് കൂടിച്ചേരുന്നത്. അപ്പം ഒരു ഒരു വാലിയിലൊക്കെ ഉള്ള ഒരു ലേക്കിലേക്കോ അങ്ങനെ എങ്ങോട്ടെങ്കിലും പല സ്ഥലത്ത് നിന്നും കൈവഴികളായി കൂടിച്ചേർന്ന് വന്ന് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റിലേക്ക് വന്ന് കൂടിച്ചേരുന്നത് സെൻട്രിപെറ്റൽ. പല സ്ഥലത്തേക്ക് പോകുന്നത് സെൻട്രിഫ്യൂഗൽ. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാറുള്ളത് ട്രെലിസ് പാറ്റേൺ ആണ്. നേരെ പോകുന്ന ഒരു നദിയിലേക്ക് 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ നേർരേഖയിൽ വന്ന് പതിക്കുന്നത് അതിനാണ് ട്രെലിസ് പാറ്റേൺ എന്ന് പറയുന്നത്. റെക്ടാങ്കുലറും അന്യുലാറും അങ്ങനെ ചോദിക്കാറില്ല. ഈ 4 നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്: ഡെൻഡ്രിറ്റിക്, ട്രെലിസ്, റേഡിയൽ സെൻട്രിപെറ്റൽ, റേഡിയൽ സെൻട്രിഫ്യൂഗൽ കേട്ടോ. ഇനി കേരളത്തിൽ കൊടുത്തിരിക്കുന്ന തടാകങ്ങളിൽ നിന്ന് തെറ്റായ ജോഡികൾ തിരിച്ചറിയുക. അപ്പൊ ഇതില് പൂക്കോട് വയനാട് ശരിയാണ്, മൂര്യാട് തൃശ്ശൂർ ശരിയാണ്, ഏനാമാക്കൽ തൃശ്ശൂർ ശരിയാണ്, മനക്കൊടി തൃശ്ശൂരും ശരിയാണ്. പക്ഷേ ഇതിൽ മനക്കൊടി ഒരു ലേക്കല്ല, ഒരു തടാകമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇവിടെ ആൻസർ വരുന്നത്. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ്? അപ്പോൾ ഇതിൽ ശരിക്കും പരോക്ഷ നികുതി മൈനസ് നേരിട്ടുള്ള നികുതി ഈക്വൽ ടു അട്ടപരോക്ഷ നികുതി എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് നെറ്റ് ഇൻഡയറക്ട് ടാക്സിനെ പറ്റിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ്? പരോക്ഷ നികുതി, അതായത് ഇൻഡയറക്ട് ടാക്സ് മൈനസ് നേരിട്ടുള്ള നികുതി, ഡയറക്ട് ടാക്സ്, അങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ പരോക്ഷ നികുതി മൈനസ് നേരിട്ടുള്ള നികുതി അല്ല, പരോക്ഷ നികുതി മൈനസ് എന്താണ് വരിക? സബ്സിഡി ആണ് വരിക കേട്ടോ. അപ്പൊ അതാണ് അവിടെ തെറ്റാനുള്ള കാരണം വന്നത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹൽനോബിസ് മാതൃക ഉപയോഗിച്ചത്? അപ്പം മഹൽനോബിസ് പ്ലാൻ ഏതായിരുന്നു? 2ാം പഞ്ചവത്സര പദ്ധതി അല്ലേ? അത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ 1ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഹരോൾഡ് മോഡൽ അല്ലേ? ഹരോൾഡ് ഡോമർ മോഡലാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? മഹൽനോബിസ് മാതൃക എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? അപ്പൊ ആദായ നികുതി എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതിയും അതുപോലെ കോർപ്പറേഷൻ നികുതിയാണ് അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. അടുത്ത ചോദ്യം, RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? അപ്പൊ RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ എൻഷുർ ചെയ്യുക. അപ്പൊ അതിനെന്ത് ചെയ്യുക? ഇൻഫ്ലേഷൻ കൺട്രോളിന് പണപ്പെരുപ്പം വരുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? അവരുടെ സെക്യൂരിറ്റികൾ സെൽ ചെയ്യും. അപ്പൊ അത് കൊടുക്കുമ്പം ആളുകൾ അത് വാങ്ങും. പൈസ എവിടേക്ക് വരും? ബാങ്കിലേക്ക് വരും. ആളുകളുടെ കയ്യിലുള്ള പൈസ കുറയും. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവേണ്ട സമയത്ത് ഇവർ എന്ത് ചെയ്യും? ഇവര് ആളുകളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസും അങ്ങനെ സെക്യൂരിറ്റീസും കാര്യങ്ങളും ഇങ്ങോട്ടും ബാങ്ക് വാങ്ങും. ബാങ്ക് അത് വാങ്ങുമ്പോൾ ആളുകളുടെ കയ്യിലേക്കും ബാങ്കിലേക്കും പൈസ എത്തും. അതായത് സെൻട്രൽ ബാങ്കിൽ നിന്ന് റീജിയണൽ ബാങ്കിലേക്കും പിന്നെ ആളുകളിലേക്കും സൊസൈറ്റിയിലേക്ക് എക്കോണമിയിലേക്ക് പൈസ എത്തും. അപ്പൊ അങ്ങനെ ആളുകൾക്ക് ചീപ്പർ ലോൺസ് കൊടുക്കും. ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവും. സർക്കുലേഷൻ ഓഫ് മണി കൂടും. അതുപോലെ തന്നെയാണ് ഇൻഫ്ലേഷൻ കൺട്രോളിൽ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റീസ് വാങ്ങും. അങ്ങനെ ഈ സെക്യൂരിറ്റീസ് കൊടുക്കലും വാങ്ങലും നടത്തിയിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉത്തരം പറയുമ്പം ഇവിടെ എന്താ വരിക? മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ്?
സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധനത്തിനുള്ള അവകാശം. അപ്പൊ ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതെല്ലാം ശരിയാണ് കേട്ടോ. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്, നീർത്തട പരിപാലന പരിപാടി എന്ന് പറഞ്ഞാൽ വാട്ടർഷെഡ് മാനേജ്മെന്റ്, അത് പ്രധാനമായിട്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? ഭൂഗർഭജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷത എന്ത്? അപ്പൊ എന്ന് പറഞ്ഞാൽ സാമൂഹിക സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി, അതിനെ ക്ഷേമത്തിൽ നിന്ന്, സോഷ്യൽ വെൽഫെയറിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? സംഭാവനയോ പദവിയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശമാണ് സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ സുരക്ഷ, അല്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷ, അതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു മിനിസ്റ്ററോ MP-യോ MLA-യോ ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ അവര് സൊസൈറ്റിക്ക് കൊടുക്കുന്ന അവരുടെ സംഭാവനകളെയും പദവിയും അനുസരിച്ച് അവർക്കൊരു സുരക്ഷ കിട്ടുക എന്നുള്ളത് അവരുടെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അപ്പം നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള അവകാശമാണ് സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു, അല്ലെ? റീജിയണൽ ലെവൽ, ലോക്കൽ ലെവലിൽ അത് ഡീസെൻട്രലൈസ് ചെയ്ത് പോകുമ്പം പ്ലാനിങ്ങും അതിന്റെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചപ്പെടുത്തുന്നുണ്ട്. അടുത്ത ചോദ്യം, തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? ഏതാണ്? അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം, അല്ലെ? അൺഈക്വൽ ബാർഗെയിനിങ് പവർ, അതിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കുക എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? മനുഷ്യ വികസന സൂചിക, HDI ഇൻഡെക്സ്, അല്ലെ? HDI ഇൻഡെക്സിൽ നമ്മൾ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വാലുവേറ്റ് ചെയ്യുക: ആരോഗ്യം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതുപോലെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പിന്നെ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പൊ 2025 റിപ്പോർട്ട് പ്രകാരം എത്രയാണ്? 130 ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 0.685 ആണ്. 1ാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ പറ്റിയിട്ട് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി ബന്ധപ്പെട്ടതാണ് പണ്ടാരപ്പാട്ട വിളംബരം? ഭൂപരിഷ്കരണങ്ങൾ, അല്ലെ? ഭൂപരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏതായിരുന്നു വർഷം? 1865 ആയിരുന്നു, അല്ലെ? 1865. ഇനി അതുപോലെ അടുത്ത ചോദ്യം, കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾക്കെതിരെ, അന്നത്തെ കറണ്ട് ഗവൺമെന്റിനെതിരെയായിട്ട് നടത്തിയതാണ് വിമോചന സമരം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസ ഭൂപരിഷ്കരണങ്ങൾ. ദ റെച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അപ്പൊ ദ റെച്ചഡ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ഫ്രാൻസ് ഫാനൻ ആണ്. അദ്ദേഹം ഒരു കോളനൈസേഷന്റെ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഒരു ആന്റി കൊളോണിയൽ ടെക്സ്റ്റ് ആണ് ദ റെച്ചഡ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഫ്രാൻസ് ഫാനൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം, ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത് ആരാണ്? ലുക്ക് ഈസ്റ്റ് പോളിസി ആക്ച്വലി 1991 PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. ശീതയുദ്ധത്തിന് ശേഷം നമ്മുടെ ഒരു എക്കണോമിക് ടൈസ് ഒക്കെ കുറച്ചും കൂടെ ബൂസ്റ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പദ്ധതികളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട്, അത്തരം കരാറുകളിലായിരുന്നു കൂടുതലായിട്ട് ഏർപ്പെട്ടിരുന്നത്. പക്ഷെ 2014 മോദിയുടെ കാലഘട്ടത്തിൽ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്ത് അതിനെ കുറച്ചും കൂടെ പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ട്, പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ ഈ ഒരു എക്കണോമിക് ടൈസിന്റെ അപ്പുറത്തേക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിലേക്ക് മാറ്റി. മാരിടൈം കോർപ്പറേഷനും അതുപോലെ തന്നെ മറ്റുള്ള സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ വൈഡർ ആയിട്ട്, നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളും മാത്രം പോരാ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ, നമ്മൾ കുറച്ചും കൂടെ ആക്ഷൻ എടുക്കണം. ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ഉള്ള സംഭവം വന്നു. അതാണ് ലുക്ക് ഈസ്റ്റിൽ നിന്ന് മാറിയിട്ട് ആക്ട് ഈസ്റ്റ് ആയത് 2014 കേട്ടോ. അപ്പൊ ലുക്ക് ഈസ്റ്റ് പോളിസി 1991 നരസിംഹറാവു, ആക്ട് ഈസ്റ്റ് 2014 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അത് ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? നരസിംഹറാവു. ബ്രെട്ടൺ വുഡ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത് എന്തിനായിരുന്നു? ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാനായിരുന്നു. ഏതായിരുന്നു 2 ബ്രെട്ടൺ വുഡ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? IBRD, വേൾഡ് ബാങ്കും അതുപോലെ തന്നെ IMF. IBRDയും വേൾഡ് ബാങ്കും ആണ് 2. IBRD, IMF, ഇത് രണ്ടും ആയിരുന്നു. IBRD, IMF ആയിരുന്നു നമ്മുടെ ബ്രെട്ടൺ വുഡ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി മുറിച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏത്?
മുറിച്ചിപ്പത്തനം ആക്ച്വലി ഇവിടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആണ്. മുറിച്ചിപ്പത്തനം എന്നല്ല ശരിക്കും അത്. മുസിരീസ് ആണ് ആൻസർ വരുന്നത്. ഇതാ മുച്ചിരിപ്പട്ടണം എന്നാണ് പറയാം. മുസിരീസ്. അപ്പം മുച്ചിരിപ്പത്തനം എന്നാണ് പറയേണ്ടിയിരുന്നത്. മുസിരീസ് എന്നാണ് ആൻസർ വരുന്നത്. ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഏതാണ്? കോമൺവെൽത്ത് ഗെയിംസ് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കോമൺവെൽത്ത് ഗെയിംസിനെയാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യമായിട്ട് കോമൺവെൽത്ത് നടന്നിരുന്നത്. ഇനി ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു? കർണം മല്ലേശ്വരി ആണ് അല്ലെ. കർണം മല്ലേശ്വരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കർണം മല്ലേശ്വരി. 2026 ഫിഫ ലോകകപ്പ് വേദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. ഇത് മൂന്നും 2026 ഫിഫ ലോകകപ്പ് വേദിയാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? അപ്പൊ 2023 ഐഹിക മുഖർജിയാണ് കേട്ടോ. ഇവര് ബാക്കി 4 പേരും ടേബിൾ ടെന്നീസ് പ്ലേയേഴ്സ് ആണ്. പക്ഷെ 2023 അർജുന അവാർഡ് കിട്ടിയത് ഐഹിക മുഖർജിക്കാണ്. അടുത്ത ചോദ്യം, GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെ അതിന്റെ പാപ്പാന്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് ആനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. ശരിയാണ്. കേരളത്തിന്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന നോവൽ. അതും ശരിയാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ അതിന്റെ ആഖ്യാനത്തിലൂടെ വിശാലമാക്കുന്ന നിരൂപക പ്രശംസ നേടിയ ഈ കൃതിക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അവിടെയാണ് തെറ്റ് കിടക്കുന്നത്. കേന്ദ്ര സാഹിത്യമാണോ? കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞിരുന്നാലും മതി. നമുക്ക് തേർഡ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം 2ഉം മാത്രം എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. മലയാളത്തിലെ ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിന്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തന്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവിയായി ആഘോഷിക്കപ്പെട്ടു. ശരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്രകാരനായ പി ഗോവിന്ദപിള്ളയാണ് നമ്പ്യാരുടെ കൃതികളെ ആദ്യമായി പട്ടികപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രാരംഭ പട്ടികയിൽ കൃത്യമായി 60 തുള്ളൽ രചനകൾ തിരിച്ചറിഞ്ഞു. സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്ദോഭാഗ്യാനം ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. അപ്പൊ ഇവിടെ ഇതെല്ലാം ശരിയല്ല. 1ഉം 3ഉം ആണ് ശരി വരുന്നത്. കാരണം ഇവിടെ എന്താ വെച്ചാൽ കൃത്യമായി 60 എന്ന് നമുക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ കൃത്യമായി 60 ആണെന്ന് ഉറപ്പില്ല. 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചോദ്യങ്ങൾ വരികയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ് നല്ലത്. അപ്പൊ ഇവിടെ ഈ ചോദ്യം, കവി ടി ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ടി ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തന്നെ പ്രാഥമിക മാധ്യമമായി തിരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മകമായ വിടവാങ്ങൽ എന്ന കവിത എഴുതിയത്. 1908 കാസർഗോഡിൽ നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിലാണ് വിടവാങ്ങൽ ആദ്യമായി അവതരിക്കപ്പെട്ടത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് 1ഉം 2ഉം മാത്രമാണ്. 3 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനന വർഷവും അനുസരിച്ച് ക്രമീകരിക്കുക. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ, വക്കം മൗലവി, ചട്ടമ്പി സ്വാമികൾ, പി പൽപ്പു. അപ്പൊ ഇതിൽ ഇവരുടെ ഇയേഴ്സ് എന്ന് പറയുമ്പം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഏതാണ്? 1825 ആണ് വരുന്നത്. 1825. അതുപോലെ വക്കം മൗലവി എന്ന് പറയുമ്പം അദ്ദേഹം വരുന്നത് 1873 ആണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ വർഷം വരുന്നത് 1853 ആണ്. അതുപോലെ തന്നെ പി പൽപ്പുവിന്റെ 1863 ആണ് വരുന്നത്. 1863. അപ്പം ഈ ഒരു ഓർഡറിൽ നമ്മൾ അവരെ അറേഞ്ച് ചെയ്യുമ്പം കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? 1, 3, 4, 2 എന്നാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതാണ്? അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ കൂടൽമാണിക്യം ക്ഷേത്രമാണ് ബുദ്ധമതവുമായിട്ട് ബന്ധമില്ലാത്തത്. അവർക്ക് ജൈനമതം ആയിട്ട് എന്തോ ചെറിയ കണക്ഷൻ ഉണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. ബുദ്ധമതവുമായിട്ട് ബന്ധമില്ലാത്തത് കൂടൽമാണിക്യാണ് കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം? ഇതിൽ കറക്റ്റ് വരുന്നത് A=B എന്നുള്ളതാണ്. റീഡ് എ പ്രിന്റ് എക്സ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള കമാൻഡ് പോലെയാണ് അല്ലെ. പ്രിന്റ് എക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഔട്ട്പുട്ടിനുള്ള കമാൻഡ് കൊടുക്കുകയാണ്. അതുപോലെ ഇഫ് A greater than B then എന്ന് പറയുമ്പോൾ
എന്താണ് അതൊരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് കൊടുക്കണം. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി പറയുന്നവ ശരിയായി പൊരുത്തപ്പെടുത്തുക. അപ്പൊ ഇതിൽ മാൽവെയർ എന്തായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഈ കൊടുത്തിരിക്കുന്നതിൽ മാൽവെയർ വൈറസ് ആയിട്ടായിരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി സ്പാമിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇമെയിൽ വഴിയാണ് അല്ലെ സ്പാമിംഗ് ചെയ്യുക. അപ്പൊ ഇമെയിൽ ആണ്. സൈബർ നിയമം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സൈബർ കുറ്റകൃത്യം. അതുപോലെ തന്നെ ഫിഷിംഗ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റ തെഫ്റ്റ് ഒക്കെ നടത്തുക. അപ്പൊ ഡാറ്റ മോഷ്ടിക്കൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പം കറക്റ്റ് ആയിട്ട് വരുന്നത് 1B 2D 3A 4C ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോഫ്റ്റ്വെയർ പാക്കേജുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു പ്രത്യേക ആപ്ലിക്കേഷനു വേണ്ടി രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടമാണ് സോഫ്റ്റ്വെയർ പാക്കേജ്. MS വേർഡും MS എക്സലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ ഉദാഹരണങ്ങളാണ്. കമ്പൈലറുകളും അസംബ്ലറുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളാണ്. സാധാരണ ഉപയോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ സാധാരണയായി വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് എന്ന് പറയുന്നത് 1, 2, 4 നമ്മളോട് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 3 തെറ്റ്. കമ്പൈലറുകളും അസംബ്ലറുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് അല്ല, അവർ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിലെ പാക്കേജുകളാണ്. അപ്പോൾ തേർഡ് 1 ആണ് തെറ്റ്. ബി ആണ് ഉത്തരം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ സിസ്റ്റം സോഫ്റ്റ്വെയറിനും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കുകയും അതുപോലെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ ഡിവൈസ് ഡ്രൈവറുകളൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിന് പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വേർഡ് പ്രോസസ്സിംഗ്, ഗെയിമിംഗ്, വെബ് ബ്രൗസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വേർഡ്, ഗൂഗിൾ, ക്രോം, വാട്സാപ്പ് അതൊക്കെ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നമുക്കത് പ്രവർത്തിപ്പിക്കേണ്ടതുള്ളൂ. സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആവില്ല. അതാണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം ട്ടോ. അടുത്ത ചോദ്യം, OSI മോഡലിന്റെ ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് സ്വിച്ച് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് https://www.mypage.com എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് ശരിയായി സൃഷ്ടിക്കുന്നത്? അപ്പോൾ ഇതിലിവിടെ കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ട്ടോ. കുട്ടികളിലെ വളർച്ചാ കുറവ് പരിഹരിക്കുന്നതിനായി ഒരു സ്കൂൾ പോഷകാഹാര പദ്ധതിയിൽ പയർവർഗ്ഗങ്ങളും മുട്ടകളും ഉൾപ്പെടുത്തുന്നു. ഇത് പ്രധാനമായും മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? പയർവർഗ്ഗങ്ങളും മുട്ടകളിലും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്താണ്? പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ ലഭ്യതയാണ് ഇവിടെ ഉത്തരം വരുന്നത്. കേരളത്തിലെ നെൽകൃഷി സീസണുകളിലായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ഇത് കറക്റ്റ് ആൻസർ വരുന്നത് റിസോഴ്സ് മോണിറ്ററിങ്ങിനുള്ള റിമോട്ട് സെൻസിങ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റിമോട്ട് സെൻസിങ് വഴിയുള്ള റിസോഴ്സ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഉപഗ്രഹങ്ങളും ഡ്രോണുകളും വിമാനങ്ങളിലൊക്കെ സെൻസറുകൾ ഘടിപ്പിച്ചിട്ട് അതുവഴി ഭൂമിയിലെ പ്രകൃതി വിഭവങ്ങളെയും മറ്റിനെയും നമ്മൾ ദൂരത്ത് നിന്ന് നിരീക്ഷിക്കുക. അതായത് ഡയറക്റ്റ്ലി അവിടെ നേരിട്ട് അവിടെ ചെല്ലാതെ തന്നെ അവിടുത്തെ റിസോഴ്സസിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മളിത് ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചർ, അതുപോലെ ജലവിഭവങ്ങൾ, വാട്ടർ റിസോഴ്സസ്, വനപാലനം, ഭൂവിനിയോഗം, ദുരന്ത നിവാരണം ഈ മേഖലകളിലാണ്. അപ്പം അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. റിമോട്ട് സെൻസിങ്ങിനെ പറ്റി പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം മൈക്രോ ഹൈഡ്രോ സിസ്റ്റം സ്ഥാപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ഗുണം ഏത്? അപ്പോൾ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരും, ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇതാണോ എന്നൊക്കെ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. വായുമലിനീകരണത്തിലും ഇന്ധന ചെലവിലുമുള്ള കുറവ്. ഒരു സ്വാഭാവിക വനത്തിന് പകരം ഏകവിള തോട്ടങ്ങൾ മാത്രമുള്ള തോട്ടം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും 2 വർഷത്തിനുള്ളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും സാധ്യതയുള്ള കാരണം എന്താണ്? അപ്പോൾ സ്വാഭാവിക വനം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ്. പലതരത്തിലുള്ള ജന്തുജന്യ ജീവികളും അതുപോലെ തന്നെ അവിടെയുള്ള ചെടികളൊക്കെ പല ഡൈവേഴ്സിറ്റി ഉള്ളതുണ്ട്. പക്ഷെ ഏകവിളത്തോട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ഒറ്റ ക്രോപ്പ് മാത്രമേ ഉള്ളൂ. ആ ഒരു ക്രോപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ജീവികളും ജീവജാലങ്ങളെ അവിടെ ഉള്ളൂ. അപ്പം അവിടെ ജീവിവർഗ്ഗങ്ങളുടെ വൈവിധ്യം കുറച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനെ ആക്രമിക്കാനായിട്ട് കീടങ്ങൾ വരുമ്പം ഈ കീടങ്ങളെ പിടിക്കാനുള്ള, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളത് ആ ഒരു ജീവികൾ ഒരുപക്ഷെ അവിടെ ഉണ്ടാവണം എന്നില്ല അല്ലേ? അപ്പം ഈ ഒരു ഏകവിള തോട്ടങ്ങളിലേക്ക് വരുമ്പോൾ അതാണ് വരുന്നത്. ജീവിവർഗ്ഗങ്ങളുടെ ഡൈവേഴ്സിറ്റി കുറഞ്ഞു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നാനോ കോട്ടിങ്ങുകൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ അണുബാധ കുറയ്ക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഇവയാണ്. എന്താണ്? തന്മാത്രാ സ്കെയിലിൽ സൂക്ഷ്മാണുക്കളുമായി ഇടപഴകുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് അത്രയും മൈക്രോ ലെവലിലേക്ക് പോലും എന്തുണ്ട്? നാനോ കോട്ടിങ്സ് കൊടുക്കുമ്പം എന്താണ്? അണുബാധ, ഈ ഒരു ഇൻഫെക്ഷൻ കുറയാൻ കാരണമാകുന്നുണ്ട്. ബാക്ടീരിയൽ അണുബാധ കുറയാൻ കാരണമാകുന്നുണ്ട്.
അപ്പം മൈക്രോ ലെവൽ അത്രയും മോളിക്യുലർ ലെവലിൽ ഇവർ സൂക്ഷ്മാണുക്കളുമായിട്ട് ഇടപഴകുന്നുണ്ട്. ഇനി ഇംഗ്ലീഷാണ്. പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. പ്ലീസ് പാസ് മീ ദ ഷുഗർ. അപ്പോൾ പ്ലീസ് പാസ് മീ ദ ഷുഗർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? വിൽ യു ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇനി ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ്? വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലിവ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ഇനി 73 ഏതാണ് വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഇതിൽ വി കെപ്റ്റ് അവേ ഫ്രം ദ ക്ലാസ് ആണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. ഓപ്ഷൻ എ ആണ്. 74th വൺ, ഐഡന്റിഫൈ ദ സിമ്പിൾ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഏതാണ് സിമ്പിൾ സെന്റൻസ്? ദ ഡോക്ടർ അഡ്മിറ്റഡ് ഹിസ് ഹെൽപ്ലെസ്നെസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. വിച്ച് ഇസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്? ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് ഡാഷ് ദ പീപ്പിൾ. അപ്പോൾ ഡാഷ് ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താ? അറ്റ് ദ പീപ്പിൾ ആണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി 76 ഷീ ഈസ് മേക്കിംഗ് ടീ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പോൾ ഇതിൽ ഏതാണ്? ടീ ഈസ് ബീങ് മെയ്ഡ് ബൈ ഹെർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഡാഷ്. അപ്പോൾ അവിടെ എന്താ വരിക? ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ദാറ്റ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഐ ഹാവ് എവർ സീൻ. അപ്പോൾ അവിടെ എന്താണ് വരിക? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ദ ബെസ്റ്റ്, ബെസ്റ്റ് വരുമ്പോൾ പ്രെറ്റിയസ്റ്റ് അല്ലേ? ഓപ്ഷൻ സി. പ്രസാദ് ഡസൻ ലുക്ക് വെൽ ടുഡേ ഡാഷ്. അപ്പോൾ അവിടെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക? ഡസ് ഹി അല്ലേ? ഡസൻ ലുക്ക് പറയുമ്പോൾ ഡസ് ഹി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അമ്മു ഡാഷ് ഹെർ എക്സാം ലാസ്റ്റ് ഇയർ. അവിടെയോ? അമ്മു ഓൾറെഡി പാസ്സായി അല്ലേ? അമ്മു പാസ്ഡ് ഹെർ എക്സാം ലാസ്റ്റ് ഇയർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. ഇനി ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഇതിൽ കറക്റ്റ് വരുന്നത് ഫ്ലയേഴ്സ് വർ ഓൾ അറൌണ്ട് ദ വെന്യൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. അടുത്തത് കറക്റ്റ് ഫ്രേസൽ വെർബ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വി ഹാഡ് ടു ഡാഷ് ദ പാർട്ടി ടു അനദർ ഡേ ഓവിങ് ടു ദ സഡൻ ടേൺ ഓഫ് ദ ഇവന്റ്സ്. അപ്പം എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക, നീട്ടി വെക്കുക എന്നുള്ളതല്ലേ? അപ്പം പുട്ട് ഓഫ് ദ പാർട്ടി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ദ ഫയർ ഫൈറ്റേഴ്സ് വർ വെൽ ഇക്വിപ്ഡ് വിത്ത് ദ ലേറ്റസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ ഫയർ ഫൈറ്റേഴ്സ് എന്നുള്ളതാണ് എറർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കൺസെൻഷ്യസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് കൺസെൻഷ്യസ് കേട്ടോ. വിച്ച് വേർഡ് ഗിവൻ ആസ് ഓപ്ഷൻസ് മീൻസ് എക്സാക്ട്ലി ദ സെയിം ആസ് ദ വൺ ഇൻ ദ ബോൾഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഈ ബോൾഡിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫ്രിവലസ്. ഫ്രിവലസിന്റെ കറക്റ്റ് മീനിങ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? സില്ലി. ഡി ഫാക്ടോ മീൻസ്, ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ദ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ് ഇസ് കോൾഡ്. എന്താണ്? ഓട്ടോബയോഗ്രഫി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓട്ടോബയോഗ്രഫി. ദ ട്രെയിൻ വിൽ ഡാഷ് അറ്റ് 6 AM. അപ്പോൾ ട്രെയിൻ വിൽ ലീവ് അറ്റ് 6 AM ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി ഡെഫിനിറ്റ്ലിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് വരുന്നത്? ഇതിൽ ഓപ്ഷൻ എ ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഡെഫിനിറ്റ്ലിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. ടു ത്രോ ഇൻ ദ ടവൽ മീൻസ്, ടു ത്രോ ഇൻ ദ ടവൽ എന്ന് പറഞ്ഞാൽ ടു ഗിവ് അപ്പ്. ടു ഗിവ് അപ്പ് ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി. അടുത്തത് മലയാളമാണ്. മലയാളവും ഇപ്രാവശ്യം ഇത്തിരി കഠിനമായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പതിവ്രത എന്ന അർത്ഥം വരുന്ന ശരിയായ രൂപം ഏത്? പതിവ്രത സാധ്വിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഏറ്റവും ശരിയായ വാക്യം ഏത്? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ശരിയായ വാക്യം എന്ന് പറയുന്നത് തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി. ബാക്കി എല്ലായിടത്തും എന്താണ്? ഇറക്കുമതി നയത്തിൽ നയവ്യതിയാനം നടത്തി. അതുപോലെ തന്നെ ഇറക്കുമതി നയത്തിന്റെ കാര്യത്തിൽ നയവ്യതിയാനം വരുത്തി. അതുപോലെ ഇറക്കുമതി നയത്തിൽ നയമാറ്റം വരുത്തി. 2 തവണ നയം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മാത്രമാണ് ഒരൊറ്റ തവണയെ നയം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. ഹി കെയിം ടു മീ ആൻഡ് അഷ്വർഡ് മീ ടു റീപേ ഹിസ് ഡെപ്റ്റ് വിത്തിൻ എ വീക്ക്. ഏറ്റവും ഉചിതമായ തർജ്ജമ ഏതാണ്? അവൻ വന്ന് ഒരാഴ്ചക്കകം കടം വീട്ടാമെന്ന് വാക്ക് തന്നു. അതാണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ്. വെള്ളി കൊണ്ടുള്ള എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? രാജതമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. രാജതം. പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് ഏത്? അപ്പൊ ഇവിടെ നാമാങ്കമാണ് പേരിന്റെ പര്യായമായി വരാത്തത്. അഭിധാനം, നാമധേയം, ആഖ്യ എന്നൊക്കെ പറയുന്നത് പേരിന്റെ പര്യായമാണ്. ആമ്പൽ എന്ന പദത്തിന്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? കൈരവം, കുവലയം. അതാണ് സമാനാർത്ഥമുള്ളത് കേട്ടോ. മക്കത്തായം പിരിച്ചെഴുതുക. അപ്പൊ എന്താണ് വരിക? മക്കൾ പ്ലസ് തായം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. കവി, കവിയത്രി, വിദ്വാൻ, വിദ്വത്തി, പ്രഭു, പ്രഭുവി, തരുണൻ, തരുണി. അപ്പൊ ഇതിൽ പ്രഭു, പ്രഭുവിയും തരുണൻ, തരുണിയാണ് വരുന്നത്. ശരിയായിട്ടുള്ളത് 3ഉം 4ഉം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുത്ത് എഴുതുക.
നെന്മണി നെല്ല് പ്ലസ് മണി, വിണ്ടലം വീണ പ്ലസ് തലം, വിദ്യുത് ശക്തി വിദ്യുത് പ്ലസ് ശക്തി, വാഗ്ദാനം വാഗ് പ്ലസ് ദാനം. അപ്പൊ ഇതിൽ തെറ്റ് ഏതാണ്? 2ഉം 4ഉം ആണ് അല്ലെ. വിണ്ടലം എന്ന് പറയുമ്പോൾ വിൺ പ്ലസ് തലാണ് വിണ്ടലം അല്ലെ, വീണ അല്ലല്ലോ. അതുപോലെ വാഗ്ദാനം വാഗ് അല്ല, വാക്ക് കാ ആണ്, കാ. വാക്ക് പ്ലസ് ദാനാണ് വാഗ്ദാനം. അപ്പൊ ഇവിടെ 2ഉം 4ഉം ആണ് തെറ്റ് വരുന്നത്. ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ദൃഢപ്രതീക്ഷ ദൃഢമായ പ്രതീക്ഷ, കഥാരൂപം കഥയുടെ രൂപം, ദീപ്തഭാവം ദീപ്തമാർന്ന ഭാവം, ലളിത നൃത്തം ലളിതയുടെ നൃത്തം. ഇതിൽ ശരി ഏതാണ്? ദൃഢപ്രതീക്ഷ ദൃഢമായ പ്രതീക്ഷയും അതുപോലെ കഥയുടെ രൂപം കഥാരൂപം, അത് രണ്ടുമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.